ശക്തമായ തണുപ്പിൽ ഉത്തരേന്ത്യ തണുത്തു വിറയ്ക്കുകയാണ് എന്ന് പറയാം. എനിക്ക് പിന്നിൽ കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ. പക്ഷേ ശക്തമായ മൂടൽമഞ്ഞ് മൂലം നമുക്ക് രാഷ്ട്രപതി ഭവൻ ഒന്നും കാണാൻ കഴിയുന്നില്ല. അത്തരത്തിൽ വലിയ മൂടൽമഞ്ഞാണ് ദില്ലിയിലും ഒപ്പം ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്നത്. ശൈത്യതരംഗം കൂടുതൽ ശക്തമാകുന്നു എന്നാണ് കാലാവസ്ഥാ വകുപ്പും പ്രവചിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതേപടി തന്നെ ഈ മൂടൽമഞ്ഞും ഒപ്പം നല്ല തണുത്ത കാറ്റും തുടരും എന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. വലിയ തരത്തിൽ ഈ മൂടൽമഞ്ഞ് റോഡ്, റെയിൽ, വ്യോമഗതാഗതങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വലിയ തരത്തിൽ റോഡിൽ പ്രത്യേകിച്ച് കാഴ്ചാപരിധി പലയിടത്തും 10 മീറ്ററും ഒപ്പം 0 മീറ്ററും ഒക്കെ ആവുന്ന സാഹചര്യമുണ്ട്. അത് വലിയ തരത്തിൽ വാഹനങ്ങൾക്ക് പരസ്പരം കാണാൻ പോലും കഴിയുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്തരത്തിൽ കാഴ്ചാപരിധിയെ വലിയ തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ട്രെയിൻ ഗതാഗതവും റെയിൽ ഗതാഗതവും താറുമാറായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വ്യോമഗതാഗതത്തെയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം പലയിടത്തും പ്രത്യേകിച്ച് ദില്ലിയിലടക്കമാണെങ്കിൽ പോലും നിരവധി വിമാനങ്ങളാണ് ഇപ്പോൾ വൈകി ഓടുന്നത്, വൈകി സർവീസ് നടത്തുന്നത്. കാരണം വിമാനങ്ങൾക്ക് ശക്തമായ മൂടൽമഞ്ഞ് മൂലം പറന്നുയരാൻ കഴിയുന്നില്ലാത്ത സാഹചര്യമുണ്ട്. ഒപ്പം ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ദില്ലിയിലടക്കം വ്യോമഗതാഗതം താറുമാറായിരിക്കുന്നു. യാത്രക്കാർക്ക് വലിയ ദുരിതം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ദില്ലിയെ സംബന്ധിച്ച്, ഉത്തരേന്ത്യയെ സംബന്ധിച്ചൊക്കെ ഈ റോഡ് സൈഡിൽ ഉറങ്ങുന്ന നിരവധി ആളുകളുണ്ട്. അവരെയൊക്കെയാണ് ഈ വലിയ തരത്തിലുള്ള ഈ ശൈത്യതരംഗവും തണുപ്പും ഒക്കെ ബാധിച്ചിരിക്കുന്നത്. ദില്ലിയിൽ ഇന്നിപ്പോൾ 5:30 രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 10 ഡിഗ്രിയാണ്. ഇന്നലെ അത് 10.2 ഡിഗ്രി ആയിരുന്നു. വരും ദിവസങ്ങളിലും ഈ താപനില ഇങ്ങനെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് വലിയ തരത്തിൽ ജനജീവൻ ദുസ്സഹമാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൂര്യനൊക്കെ ഉദിച്ചു വരാൻ തന്നെ ഏറെക്കുറെ ഒരു 10 മണിയോടെ ആകേണ്ട സാഹചര്യമാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ മൈനസാണ് താപനില രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ശൈത്യതരംഗം കൂടുതൽ ശക്തമാകുന്നത് അത് ഉത്തരേന്ത്യയും അതോടൊപ്പം തന്നെ ഈ മറ്റ് പ്രദേശങ്ങളെയും ഒക്കെ വലിയ തരത്തിൽ ബാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അത് ശക്തമായി തന്നെ തുടരും എന്നാണ് വിവരമുള്ളത്. ഇന്നിപ്പോൾ വൈകി ഓടുന്ന ട്രെയിനുകളുടെയും വിമാനങ്ങളുടെയും ഒരു യഥാർത്ഥ കണക്ക് പുറത്തേക്ക് വന്നിട്ടുള്ള വരും മണിക്കൂറുകളിൽ ആ കണക്ക് കൂടി പുറത്തേക്ക് വരും. ഇന്നലെ ഏറെക്കുറെ 100ഓളം വിമാനങ്ങളാണ് ദില്ലിയിൽ നിന്ന് വൈകി ഓടിയത്. 6ഓളം വിമാനങ്ങൾ ദില്ലിയിലേക്ക് എത്തേണ്ട 6ഓളം വിമാനങ്ങൾ മറ്റ് പല വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇന്നും ഇപ്പോൾ ഈ കാലാവസ്ഥ അത്തരത്തിൽ വലിയ മൂടൽമഞ്ഞായതുകൊണ്ട് വലിയ മാറ്റമൊന്നും അതിലുണ്ടാവില്ല. നിരവധി വിമാനങ്ങൾ ഇന്നും വൈകിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് വിവരം ലഭിക്കുന്നത്.